രാജക്കാട് ചെമ്മണ്ണാർ റൂട്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടാത്തിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന വട്ടപ്പാറ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കൊക്കെ കയറി പോകുന്ന വഴി കഴിഞ്ഞ് ഏതാണ്ട് ചെമ്മണ്ണാറിലേക്ക് എത്താറായപ്പോഴാണ് ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്തത് കേട്ടോ. അപ്പോൾ മലനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സുന്ദരമായിരിക്കുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ചെമ്മണ്ണാർ ശരിക്കും 2 പഞ്ചായത്തുകളിലായിട്ടാണ് കിടക്കുന്നത്. ഒന്ന് സേനാപതി പഞ്ചായത്തും മറ്റൊന്ന് ഉടുമ്പൻചോല പഞ്ചായത്തിലേക്കും. ഇവിടെ നമ്മൾ വരുമ്പോൾ ഒരു എസ് വളവും അതോടൊപ്പം തന്നെ ചെറിയൊരു ഷാപ്പിൻ്റെ കാഴ്ച കാണാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് നിരവധി കടകളുണ്ട്. ഏതാണ്ട് ഇവിടെ മുതൽ ചെമ്മണ്ണാർ ഗ്രാമം അങ്ങോട്ട് ആരംഭിച്ചു എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഈ ചെമ്മണ്ണാർ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചുറ്റും മലനിരകളാണ്. മലനിരകളുടെ ചുറ്റപ്പെട്ടിരിക്കുന്ന ഗ്രാമമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ധാരാളമായിട്ടുള്ള കാഴ്ചകളുണ്ട്. നമുക്ക് ചെമ്മണ്ണാർ 2 ചെമ്മണ്ണാറുണ്ട്. മേലെ ചെമ്മണ്ണാറുണ്ട്, താഴത്തെ ചെമ്മണ്ണാറുണ്ട്. പക്ഷേ നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് പോകുന്നത്. മേലെ ചെമ്മണ്ണാർ പോകുന്നത് ഇവിടുന്ന് ഇടത്ത് വഴി തിരിഞ്ഞു പോകണം കേട്ടോ. ഇവിടെ ഒരു ഗാർഡന് അതുപോലെ നിരവധി കടകളൊക്കെ ഉണ്ട്. ഇതാണ് മേലെ ചെമ്മണ്ണാറിന് തിരിഞ്ഞു പോകുന്ന വഴി. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഏതാണ്ട് ഒരു 500 മീറ്ററൊക്കെ മാറി കഴിഞ്ഞാൽ നമുക്ക് ചെമ്മണ്ണാർ ഗ്രാമത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്കൊരു സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഈ കാണുന്നത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഇവിടം കൊണ്ട് ഈ പാലം കാണുന്ന ഈ ഒരു ജംഗ്ഷൻ കൊണ്ട് നമ്മുടെ സേനാപതി പഞ്ചായത്ത് അങ്ങനെ കഴിഞ്ഞു. നമ്മുടെ രാജക്കാട് നിന്ന് യാത്ര ചെയ്തിട്ട് നിലവിൽ ചെമ്മണ്ണാറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പുറകിൽ ഈ കാണുന്ന വഴി മുക്കടിൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അടിപൊളിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടം കൊണ്ട് നമ്മുടെ സേനാപതി പഞ്ചായത്ത് അങ്ങനെ തീരുകയാണ്. ഇതുകൊണ്ടോ, നന്ദി, വീണ്ടും വരിക സേനാപതി പഞ്ചായത്ത്. ഇത് കഴിഞ്ഞാൽ ഈ പാലം കടന്നാലുണ്ടല്ലോ പിന്നെ ഉടുമ്പൻചോല പഞ്ചായത്താണ്. ഇവിടങ്ങളിലെല്ലാം കൃഷി ഏലമാണ് പ്രധാനപ്പെട്ടത്. എന്നാൽ ഏലത്തിനോടൊപ്പം തന്നെ നമുക്ക് മറ്റ് കൃഷികളും ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഈ പാലത്തിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഈ ഗ്രാമത്തിലേക്ക് നമ്മൾ പാലം കടന്ന് പ്രവേശിച്ചാൽ നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ മനോഹരമായിരിക്കുന്ന ഒരു സ്കൂളും അതിനോടൊപ്പം തന്നെ നമുക്കൊരു പള്ളിയും കാണാൻ പറ്റും. ശരിക്കും ഈ ഗ്രാമത്തിലേക്ക് വരാൻ 2 വഴിയുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ രാജക്കാട് മാങ്ങാത്തൊട്ടി ഒട്ടാത്തി കൂടി ചെമ്മണ്ണാറും, മറ്റൊന്ന് രാജക്കാട് കുത്തങ്ങൽ കൂടി നേരെ ചെമ്മണ്ണാറും നമുക്ക് വരാൻ പറ്റും. ഇതല്ലെങ്കിൽ നെടുങ്കണ്ടം ഉടുമ്പൻചോല കൂടി നിങ്ങൾക്ക് ചെമ്മണ്ണാറ്റിലേക്ക് വരാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ 2 വഴികൾ ഇവിടെയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ടൗണിലേക്ക് നമുക്ക് പ്രവേശിക്കാം അല്ലേ. ചെമ്മണ്ണാർ, മനോഹരമായിരിക്കുന്ന ഒരു പേരല്ലേ. ഇത് ഇവിടെ ഒരു ബോർഡ് വെച്ചങ്ങനെ കാണാം. ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ചെമ്മണ്ണാറിലെ സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിൻ്റെ ഒരു കാഴ്ചയാണ് ഫസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മേഖലയിലൊക്കെ ധാരാളം കടകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ മേഖലയിലുണ്ട്. അങ്ങനെ ചെമ്മണ്ണാറിൻ്റെ മെയിനായിട്ടുള്ളൊരു ജംഗ്ഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. രാജക്കാട് നിന്നും ഉടുമ്പൻചോലയിൽ നിന്നും അതുപോലെ കുത്തങ്ങളിൽ നിന്നും വരുന്ന വഴികൾ ഒരുമിച്ച് കൂടുന്ന ആ ഒരു ജംഗ്ഷൻ കേട്ടോ. ഇവിടെ കുറേ അധികം കടകളുണ്ട്, പിന്നെ ഒരു കുരിശുപള്ളിയുണ്ട്. ഇവിടെ നിന്ന് ആ കാണുന്ന വഴിയിലേക്ക് പോയാൽ ഉടുമ്പൻചോലയ്ക്ക് പോകാൻ പറ്റും. നമ്മൾ ഈ കാണുന്നത് നേരെ രാജക്കാട് നിന്ന് കയറി വരുന്ന വഴിയാണ്. ഈ ഗ്രാമത്തിലെ മനോഹരമായിരിക്കുന്ന ഒരു സ്കൂളിൻ്റെ കാഴ്ച നിങ്ങൾ കാണാൻ പറ്റും. ഇതിനോട് ചേർന്ന് തന്നെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളത് ഈ കാണുന്ന ഈ കുരിശുപള്ളിയുടെ സൈഡിൽ കൂടെ മുമ്പോട്ട് കാണുന്ന ആ വഴിയില്ലേ, അതിങ്ങനെ കുത്തുങ്ങൽ കൂടി രാജക്കാട് എല്ലാം അതുപോലെ തന്നെ വട്ടക്കണ്ണിപ്പാറ കൂടി നിങ്ങൾക്ക് കട്ടപ്പനയ്ക്കോ അടിമാലിക്കോ കല്ലാറുകുട്ടിക്കോ ഒക്കെ പോകാനും പറ്റും കേട്ടോ. എന്താണെങ്കിലും നിരവധിയായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ വന്നാൽ സമ്മാനിക്കുന്നത്. ഇവിടെ നമുക്ക് തിരിഞ്ഞു പോകേണ്ട നിരവധി ബോർഡുകൾ നമുക്ക് ഈ മേഖലയിലേക്ക് വെച്ചിരിക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് പള്ളിയുടെ കാഴ്ചകളിലേക്ക് നമ്മൾ ഈ കാണുന്നതാണ് ഈ ഗ്രാമത്തിലെ സ്കൂള്, സെൻറ്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂള്. 1963 സ്ഥാപിതമായതാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ ഗ്രാമത്തിലെ മനോഹരമായിരിക്കുന്ന ഒരു പള്ളി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ പള്ളിയോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സ്കൂളിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്നാലും കോമ്പൗണ്ടിനുള്ളിൽ നമ്മൾ പ്രവേശിക്കുന്നില്ല. അതൊരു പുതിയ പള്ളി നിലവിലെ നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കുറേ കടകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എൻ്റെ പേര് ജിമ്മി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഉടുമ്പൻചോല വാർഡിൻ്റെ മെമ്പറാണ്. ചെമ്മണ്ണാർ എന്ന് പറയുന്നത് തികച്ച ഒരു കാർഷിക മേഖലയാണ്. കോട്ടയം ജില്ലയിൽ നിന്ന് കുടിയേറിയ കർഷകരാണ് ഇവിടെ ഉള്ളത്. കൃഷിയാണ് മെയിനായിട്ടുള്ള ഉപജീവന മാർഗം. ഏലമുണ്ട്, കുരുമുളക്, കാപ്പി, തെങ്ങ്, കൊക്കോ തുടങ്ങിയ നാണ്യവിളകളൊക്കെ കൃഷി ചെയ്ത് പോരുന്ന ഒരു തികച്ചും ഗ്രാമീണ മേഖല എന്ന് വിശേഷിക്കപ്പെടാവുന്ന പ്രദേശമാണ്. പ്രധാനപ്പെട്ട ആശ്രയം എന്ന് പറഞ്ഞാൽ ഒന്ന് +2 വരെ വിദ്യാഭ്യാസം ഇവിടെയുണ്ട്. ഹോസ്പിറ്റൽ സൗകര്യമൊക്കെ എന്ന് പറഞ്ഞാൽ നെടുങ്കണ്ടം അല്ലെ രാജാക്കാട് രാജകുമാരിയൊക്കെ ആശ്രയിക്കണം.
ടൂറിസത്തിന് നല്ല പ്രാധാന്യമുള്ള ഒട്ടേറെ പോയിന്റുകളുള്ള ഒരു പ്രദേശമാണ് ഈ മുതുകര പഞ്ചായത്ത് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചേരങ്ങപ്പാറ, മാങ്കുത്തിമേട്, കൊട്ടപ്ര, സ്വർഗംമേട് തുടങ്ങിയ നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ്. ഒട്ടേറെ ടൂറിസ്റ്റുകൾ ഈ മേഖലയിലൂടെ വന്ന് പോകാറുണ്ട്. നല്ല സ്നേഹത്തോടെ കഴിയുന്ന ഒരു നല്ല സാമൂഹിക അന്തരീക്ഷമുള്ള ഒരു പ്രദേശം എന്ന് പറയാം ചെമ്മണ്ണാറിനെ സംബന്ധിച്ച്. നല്ല വികസന പ്രവർത്തനങ്ങളാണെങ്കിലും കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഈ മേഖലയുടെ റോഡ് അടിസ്ഥാന സൗകര്യ വികസനം വലിയ രീതിയിൽ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞൊരു മേഖലയാണ്. വരും കാലഘട്ടങ്ങളിൽ ചെമ്മണ്ണാറിൻ്റെ എന്ന പ്രദേശം ഒരു വികസിത പ്രദേശമായി മാറുന്നതിനുള്ള എല്ലാ സാഹചര്യമുള്ള ഒരു മേഖലയാണ്. ഇപ്പം മെയിൻ ആൾക്കാരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ഏലം കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃഷിയാണ്. ഏലമാണ് മെയിൻ. ചേട്ടാ പേരെന്താ ചേട്ടാ? എൻ്റെ പേര് രാജു. എത്ര വർഷമായി ഇവിടെ കട നടത്താൻ തുടങ്ങിയിട്ട്? ഇവിടെ 1979. അപ്പോൾ കുറേ അധികം വർഷത്തെ ചരിത്രമുണ്ട്. 47 വർഷത്തോളമായി. 47 വർഷത്തോളമായി അല്ലേ? 47 വർഷത്തോളം. നമുക്ക് ഇവിടുന്ന് രാജക്കട എത്ര കിലോമീറ്ററാണ്? ഇവിടുന്ന് 12 കിലോമീറ്റർ. 12 ഉടുമ്പൻചോല? ഉടുമ്പൻചോല 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ. ശരി. ഉടുമ്പൻചോല എന്നത് ചെമ്മണ്ണാർ വന്ന ആ ഒരു വഴിക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നിന്നത് രാജക്കാട് നിന്ന് തന്നെ ആ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മേഖലയിൽ ഫുഡ് കഴിക്കാനുള്ള ചെറിയ ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്ത് പോയാൽ നമുക്ക് നേരെ കിടക്കണ വഴി രാജക്കാട് കുത്തുങ്ങിൽ നമുക്ക് പോകാൻ പറ്റും, നേരെ കിടക്കണ വഴി. അപ്പം നമ്മൾ ചെമ്മണ്ണാർ ഗ്രാമത്തിൻ്റെ ഒരു അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഈ മൂന്നും കൂടുന്ന ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് കുത്തുങ്കൽ, രാജക്കാട്, അതുപോലെ തന്നെ പണിക്കൻകുടി, കട്ടപ്പനയൊക്കെ പോകാൻ പറ്റുന്ന വഴി കൂടെയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ വഴി നല്ലതാണ്, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ മേഖലയിലെല്ലാം നമുക്ക് ധാരാളമായിട്ടുള്ള കടകളുണ്ട്. കുറേ കടകളൊക്കെ സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഈ ചെമ്മണ്ണാറിൻ്റെ യഥാർത്ഥമായിട്ടുള്ളൊരു കാഴ്ച കാണണമെങ്കിൽ നമ്മൾ വൈകുന്നേരം ആകണം കേട്ടോ. കാരണം തോട്ടം മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വൈകുന്നേര സമയങ്ങളിൽ ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ലൈവായിട്ടുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ചെമ്മണ്ണാർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ഈ ഒരു പോർഷൻ കൊണ്ട് ചെമ്മണ്ണാർ ഗ്രാമം അങ്ങനെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം വൈകുന്നേരങ്ങളിൽ ഈ കടകളെല്ലാം ഓപ്പൺ ചെയ്ത് വെക്കും. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പോകുന്ന വഴിക്കൂടെ കുത്തുങ്കലിന് ഏതാണ്ട് 6 കിലോമീറ്ററും അത് കഴിഞ്ഞ് രാജക്കാടിന് ഏതാണ്ട് 12 കിലോമീറ്ററും ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെമ്മണ്ണാർ കുത്തുങ്കൽ റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏതാണ്ട് ഈ ഒരു മേഖലയും കൊണ്ട് ചെമ്മണ്ണാർ ഗ്രാമം അങ്ങനെ തീരുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ധാരാളം കടകൾ, സ്ഥാപനങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ വളത്തിൻ്റെതായ സ്ഥാപനങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഹായ് പറഞ്ഞോളൂ ചേട്ടാ. കാണുന്നുണ്ടോ? നിങ്ങളുടെ ഗ്രാമം കൊണ്ട് എടുക്കാമെന്ന് ഓർത്തുകൊണ്ട് വന്നതാ. എന്താ പേരെന്നെ? ഹെൻറി അല്ലേ? ആ ഓക്കെ. അജിത്ത്. ആ എങ്ങനെയുണ്ട്? വർക്കുണ്ടോ? പണിയുണ്ടോ? മൊത്തത്തിൽ കുറവാ. ചെമ്മണ്ണാറിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേ. ചെമ്മണ്ണാറിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ എന്നാ, ചെമ്മണ്ണാർ ആദ്യകാല കുടിവാസ മേഖലയിൽപ്പെട്ട ഞങ്ങളെ ഫാദർമാരൊക്കെ ആദ്യം വന്നു. 65 വർഷം മുമ്പ് അങ്ങനെ അധ്വാനിച്ച് ഞങ്ങളൊക്കെ ഇത്ര നിലയിലാക്കി അതൊക്കെ പോയി. ഓക്കെ, അപ്പോൾ കണ്ടത് സന്തോഷം. അതെ അതെ. അപ്പോൾ ചേട്ടൻ നമ്മുടെ വീഡിയോ കാണുന്ന ചേപ്പാണ്. അപ്പോൾ ഈ ചെമ്മണ്ണാർ ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ അധികം സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ മേഖലയിലും നമുക്ക് കുറേ സ്ഥാപനങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ശരിക്കും ഈ ഏലം മേഖലയൊക്കെ ആയതുകൊണ്ട് ഭായിമാരൊക്കെ ഇങ്ങനെ വിലസി നടക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെയും കടയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെമ്മണ്ണാർ കുത്തുങ്കൽ റൂട്ടിലാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥലമുള്ളതെന്ന് നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമുള്ള ഇവിടെ ചെമ്മണ്ണാർ പള്ളിയിലേക്ക് കയറി പോകുന്ന മറ്റൊരു കവാടം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പം മറ്റൊരു സ്കൂളിൻ്റെ കവാടമായിരുന്നു. ഇതിലൂടെ നമുക്ക് പള്ളിക്ക് ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. എന്താണെങ്കിലും മനോഹരമായിരിക്കുന്ന ഒരു ആംബിയൻസ് അല്ലേ. ഇവിടെ കണ്ടോ ഓടിട്ട നീളത്തിലൊരു ബിൽഡിംഗ് ഉണ്ടോ. ശരിക്കും എത്ര വർഷം പഴക്കം കാണുമല്ലേ ഈ ബിൽഡിങ്ങിന്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാം പൊളിച്ചു പണിത് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടോ ഇതുപോലെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാഴ്ച കാണാവേ. ചെമ്മണ്ണാർ ഗ്രാമത്തിലെ പഴയ ആളുകളുടെ ഒരുപാട് ഓർമ്മകൾ പുതുക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ചെമ്മണ്ണാർ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു തിയേറ്ററാണ് കേട്ടോ. ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലുള്ള തിയേറ്ററൊക്കെ നിന്നുപോയെങ്കിലും മിക്കവാറും മറ്റ് ആക്ടിവിറ്റീസിലേക്കൊക്കെ അത് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതും ഏലം സ്റ്റോറായിട്ട് രൂപീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഇവിടെ പടം കണ്ടവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെമ്മണ്ണാറുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിച്ചാൽ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അല്ലേ, അതൊക്കെ ഒരു കാലഘട്ടം. അപ്പോൾ അങ്ങനെ തിയേറ്ററിൻ്റെ ഭാഗങ്ങളെല്ലാം ഇപ്പം നിലവിൽ പോയിരിക്കുകയാണ് അങ്ങനെയുള്ള മേഖലയിൽ. എൻ്റെ ഒക്കെ ചെറുപ്പത്തിനുണ്ടല്ലോ നമ്മുടെ കുഗ്രാമങ്ങളിൽ പോലും ഇതുപോലെ ചെറിയ ചെറിയ തിയേറ്ററുകൾ ഉണ്ടാകുമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള തിയേറ്ററൊക്കെ പുതിയ TV ഇങ്ങനെ രംഗപ്രവേശനം ചെയ്തു, TV സിനിമകൾ ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ
നമുക്ക് തിയേറ്ററും ഒക്കെ നിന്ന് പോവുകയാണ് ചെയ്തത്. അങ്ങനെ നിന്നുപോയ ഒരു പഴയകാല തിയേറ്ററിൻ്റെ കാഴ്ചയാണ് എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ചെമ്മണ്ണാർ ഗ്രാമത്തിൻ്റെ വീഡിയോ? ഒരു വ്യത്യസ്തമായ ഒരു ഗ്രാമം അല്ലേ? ചുറ്റും മലകളാണ്, മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സുന്ദരമായിരിക്കുന്ന ഒരു ഗ്രാമമാണ് ചെമ്മണ്ണാർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.